എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ എങ്ങനെ വർദ്ധിപ്പിക്കാം, അതോടൊപ്പം തന്നെ ഡെയിലി ക്യാഷ് റിപ്പോർട്ട് ബിസിനസ്സിൽ എങ്ങനെയാണ് മനസ്സിലാക്കി പരിശോധിച്ച് പോകേണ്ടത്, ഈ വിഷയത്തെ പറ്റിയാണ്. ഇത് പറയുമ്പോൾ ലോകപ്രശസ്തനായ എഴുത്തുകാരനും അമേരിക്കൻ ബിസിനസ്സുകാരനും ഒക്കെ ആയ റോബർട്ട് കിയോസാക്കിയുടെ ഒരു പ്രധാന വാചകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹത്തെപ്പറ്റി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായ പുസ്തകമൊക്കെ എഴുതിയ റോബർട്ട് കിയോസാക്കി അദ്ദേഹം പറഞ്ഞത്, മേക്കിംഗ് മോർ മണി വിൽ നോട്ട് സോൾവ് യുവർ പ്രോബ്ലം ഇഫ് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് ഈസ് യുവർ പ്രോബ്ലം. അപ്പോൾ കൂടുതൽ പണം ഉണ്ടാക്കിക്കൊണ്ടൊന്നും നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ എത്ര പണം കിട്ടിയാലും ആ പണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ മണി മാനേജ്മെൻറ്റിന് ഒരു മെത്തേഡ് ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അത് ഏത് ബിസിനസ്സുകാരനും അറിഞ്ഞിരുന്നാലാണ് ബിസിനസ്സുകളെ സ്കെയിലപ്പ് ചെയ്യാനും വളർത്താനും സാധിക്കുകയുള്ളൂ. നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ ഓക്സിജൻ എത്രത്തോളം ആവശ്യമാണോ അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാഷ് ഉണ്ടെങ്കിലാണ് നമുക്ക് ബിസിനസ് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും ആദ്യം സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെ, ഈ ഒരു ക്യാഷിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. CCC, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എത്ര ക്വിക്കായിട്ട് നമ്മുടെ കയ്യിലേക്ക് പണം വരുന്നു, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് അഗെയിൻസ്റ്റായിട്ട് എത്ര വേഗത്തിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യു സ്പെൻഡ് മണി ഓൺ റെൻറ്റ്, യൂട്ടിലിറ്റീസ്, മാർക്കറ്റിംഗ്, പേറോൾ, അതായത് സ്റ്റാഫിന് സാലറി കൊടുക്കാൻ, അവരെ മാനേജ് ചെയ്യാൻ, പല പല എക്സ്പെൻസുകൾക്ക് വേണ്ടി നമ്മളിങ്ങനെ പണം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് തുല്യമായിട്ട് മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ പണം നമ്മളിലേക്ക് വരുന്നുണ്ട്. നമ്മൾ നടത്തിയ സെയിലിന് പ്രോപ്പറായിട്ട് കളക്ഷൻ വരുന്നുണ്ടോ, ആ പേയ്മെൻറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, ഇതൊക്കെയാണ് CCC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കി തന്നെ പോകേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ചിലപ്പോൾ ബിസിനസ്സിൽ റവന്യൂ കൂടുന്നുണ്ടാവും. 10,000 രൂപ സെയിൽ 1 ലക്ഷം രൂപയായി മാറുന്നു, 1 ലക്ഷം 2 ലക്ഷമായി മാറുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ അതിന് ആനുപാതികമായിട്ട് കടമാണോ വർദ്ധിക്കുന്നത്, അതെയോ ആ പണം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, യു മസ്റ്റ് നോ ദ ക്യാഷ് ആക്സലറേഷൻ സ്ട്രാറ്റജി. അത് മനസ്സിലാക്കിയാലാണ് ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റുക. ക്യാഷ് ആക്സലറേഷൻ സ്ട്രാറ്റജി, എങ്ങനെയാണ് ക്യാഷിൻ്റെ വരവിൻ്റെ ആക്കം കൂട്ടാനായിട്ട് പറ്റുക, സ്പീഡ് കൂട്ടാൻ പറ്റുക. അപ്പോൾ ക്യാഷ് ആക്സലറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏത് ബിസിനസ്സിൻ്റെയും ഗ്രോത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ പണം നമ്മളിലേക്ക് ധാരാളം വരുന്നുണ്ടെങ്കിൽ ഒരാൾക്കും നമ്മുടെ വളർച്ചയെ തടയാൻ പറ്റില്ല. നമുക്കൊരു മെഷീൻ എടുക്കുന്ന സമയത്തോ, ഒരു പുതിയ ഷോപ്പ് എടുക്കുന്ന സമയത്തോ, പുതിയ സ്റ്റാഫിനെ എടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് എന്താ വേണ്ടത്? ക്യാഷ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക, അല്ലേ? അതിനുള്ള വഴികളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഡെൽ എന്ന് പറയുന്ന കമ്പനി, നമുക്കെല്ലാം കമ്പ്യൂട്ടറിൽ ലോകപ്രശസ്തമായ ഒരു കമ്പനിയാണ് ഡെല്ല്. നല്ല മനോഹരമായ ലോഗോ ഒക്കെ ഉള്ള ഈ ഡെല്ല്. അപ്പോൾ ഈ ഡെല്ലിൻ്റെ സ്ഥാപകൻ്റെ പേര് മൈക്കിൾ ഡെൽ എന്നാണ്. അപ്പോൾ അദ്ദേഹം 1990കളിൽ ഈ ബിസിനസ്സിനെ ഒന്ന് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ക്യാഷ് ഇല്ലാതെ അദ്ദേഹം ബുദ്ധിമുട്ടുന്നൊരവസ്ഥയുണ്ട്. ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ പുള്ളിയുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ക്യാഷ് ഇല്ല. അങ്ങനെ അദ്ദേഹം ടോം മെറിഡിത്ത് എന്ന് പറയുന്ന ഒരു ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറിനെ നിയമിച്ചു അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ. എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്താൻ. അദ്ദേഹം കണ്ടെത്തിയ കാര്യം, ഈ സ്ഥാപനത്തിൻ്റെ CCC 63 ദിവസമാണ്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ, ചിലവാക്കുന്ന ഈ പണമൊക്കെ അവരുടെ കയ്യിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വരാൻ 63 ദിവസം എടുക്കുന്നുണ്ട്. അദ്ദേഹം ആ ബിസിനസ് മോഡലിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തുകയും 10 വർഷക്കാലം ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു. അവസാനം അദ്ദേഹം പോകുമ്പോഴേക്കും -21 ഡേയ്സ് ആയിരുന്നു അവരുടെ CCC. -21 ഡേയ്സ് എന്ന് പറയുമ്പോൾ എന്താ? അഡ്വാൻസായിട്ട് 21 ദിവസം അഡ്വാൻസ് കിട്ടുന്ന അവസ്ഥയിലേക്ക് ആ സ്ഥാപനത്തെ മാറ്റി. ആ സ്ഥാപനത്തിൻ്റെ പ്രശ്നങ്ങൾ അവിടെ മാറുകയും, പിന്നെ അറിയാലോ, ഒരു വലിയ പ്രസ്ഥാനമാകുമ്പോൾ മാറ്റങ്ങൾ പതിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമായ ഡെല്ലിനെ മാറ്റാൻ അത് സഹായിച്ചു. അപ്പോൾ ശരിക്കും ക്യാഷിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്യാഷ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ് ശരിക്കും നമ്മുടെ ക്യാഷ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു 4 പാർട്ടുകൾ നമ്മുടെ ബിസിനസ്സിൽ അനലൈസ് ചെയ്ത് പോകേണ്ടതുണ്ട് ഈ CCC വിലയിരുത്തണമെങ്കിൽ. സെയിൽ സൈക്കിൾ, അതുപോലെ തന്നെ മേക്ക് ഓർ പ്രൊഡക്ഷൻ ഇൻവെൻറ്ററി സൈക്കിൾ, ഡെലിവറി സൈക്കിൾ, ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ് സൈക്കിൾ. ഈ സെയിൽസിൻ്റെ സൈക്കിൾ, സെയിൽസ് എത്രത്തോളം സ്പീഡിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻവെൻറ്ററി ടേൺ ഓവർ എത്രത്തോളം നടക്കുന്നുണ്ട്, ഡെലിവറി എത്ര വേഗത്തിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ബില്ലിങ്ങും അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന പേയ്മെൻറ്റും എത്രത്തോളം വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇതൊരു B2B ബിസിനസ് ആയിക്കോട്ടെ, സ്ഥാപനങ്ങൾ തമ്മിൽ നടത്തുന്ന ക്രയവിക്രയമായിക്കോട്ടെ, B2C കസ്റ്റമറിലേക്ക് നേരിട്ടെത്തുന്ന ബിസിനസ് ആയിക്കോട്ടെ, സെയിൽസ് സൈക്കിളും ഈ പ്രൊഡക്ഷൻ സൈക്കിളും ഡെലിവറി സൈക്കിളും ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ് സൈക്കിളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബിസിനസ് എന്താണോ, നിങ്ങളുടെ നേച്ചർ ഓഫ് ബിസിനസ് എന്താണോ, അതിനനുസൃതമായിട്ട് ഇതിൽ ഏത് സൈക്കിൾ ആദ്യം വരുമെന്നുള്ളത് ചില സ്ഥാപനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളുണ്ടാവും. എന്തായാലും ഇതെല്ലാം ക്യാഷ് കൺവേർഷൻ സൈക്കിളിനെ വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ ഇനി നമ്മുടെ ഈ ക്യാഷിനെ നല്ല രീതിയിൽ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട ചില പ്രധാന ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, സ്പെൻഡ് 1 hour എവറി വീക്ക് ഓൺ ക്യാഷ് ഫ്രെയിം വർക്ക്. ഈ ക്യാഷ് ഫ്രെയിം വർക്കിൽ തന്നെ 1 മണിക്കൂർ നമ്മൾ ചിലവഴിക്കണം. ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 100% ഇതിൽ തന്നെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഈ ക്യാഷ് ഫ്രെയിം വർക്ക്. അപ്പോൾ ആ ക്യാഷ് ഫ്രെയിം വർക്ക് മനസ്സിലാവണമെങ്കിൽ ചില കാര്യങ്ങൾ അതിൻ്റെ അണ്ടറിൽ മനസ്സിലാവേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന്, ഡെയിലി ക്യാഷ് റിപ്പോർട്ട്. 24 മണിക്കൂർ കൂടുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നതും പുറത്തേക്ക് പോയതുമായിട്ടുള്ള ക്യാഷ് എത്രയുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ നോക്കിയിരിക്കണം. അത് ബാങ്കിലാണ് ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ എടുത്ത് കറക്റ്റായിട്ട് ഡെയിലി ക്യാഷ് റിപ്പോർട്ട് നോക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഇൻ ക്വിക്ക്. ഇത് നമ്മളുടെ ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻ്റ് ആട്ടോ. നമ്മുടെ ഉള്ളിൽ ഏത് ബിസിനസ് ചെയ്യുന്ന ആളും ഇങ്ങനെ മനസ്സിലുണ്ടാവുന്നത് ക്യാഷ് ഇൻ ക്വിക്ക് എന്നുള്ളതാണ്. ക്യാഷ് എത്ര വേഗം എന്നിലേക്ക് വരണം. നമ്മൾ ട്രൈ ചെയ്യേണ്ട അതിനാണ്. നമ്മൾ ഡീൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവരിൽ നിന്ന് എത്ര ക്വിക്കായിട്ട് ക്യാഷ് മേടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അപ്പ് ഫ്രണ്ടിൽ നമുക്ക് നേരത്തെ കൂട്ടി അഡ്വാൻസ് ആയിട്ടൊക്കെ പേയ്മെൻറ്റ് തരിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ തരുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഡിസ്കൗണ്ടുകളോ ഓഫറുകളോ ഒക്കെ കൊടുത്ത്, ക്യാഷാണ് ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ക്യാഷ് മേടിച്ച് വയ്ക്കുക. വലിയ ടേൺ ഓവർ ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാഷ് ഉണ്ടോ, ക്യാഷ് വരുന്നുണ്ടോ, അങ്ങനെ വരുമ്പോൾ എന്താ ആ ബന്ധം എന്നും നിലനിൽക്കും. നല്ല കസ്റ്റമറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. പിന്നെ ഇംപ്ലിമെൻറ്റിങ് ഇൻവോയ്സിങ് സോഫ്റ്റ്വെയർ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, പല സ്ഥാപനങ്ങളിലും ഈ ഇൻവോയ്സിങ് എന്ന് പറയുന്നത് ടൈമിൽ നടക്കാറില്ല. പല കാരണങ്ങളെ പറഞ്ഞ് ഇൻവോയ്സിങ് ഡിലേ ആവുന്ന സാഹചര്യമുണ്ട്. ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ വരികയാണെങ്കിൽ ഇന്ന് കുറേ ഫ്രീ ടൂളുകൾ, ഗൂഗിളിൻ്റെയും അല്ലെങ്കിൽ സോഹോൻ്റെ ഒക്കെ ചില സിമ്പിൾ ടൂളുകൾ വരെയുണ്ട്. നമുക്ക് അല്ലെങ്കിൽ ടാലി എല്ലാവരും യൂസ് ചെയ്യണതാണ്. ഇതൊക്കെ വഴി നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവോയ്സ് ടൈമിൽ ആളുകളുടെ അടുത്ത് എത്തിക്കുക. ഇൻവോയ്സിൻ്റെ ഡിലേ കാരണം പേയ്മെൻറ്റ് ഡിലേ ആവുന്നത് ഒരു വലിയ വിഷയമാണ് പലപ്പോഴും. അപ്പോൾ ടൈമിൽ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ ഇൻവോയ്സ് എത്തുന്നുണ്ടെന്നും, അന്ന് മുതൽ നമ്മളിപ്പോൾ ഒരു പാർട്ടിയായിട്ട് ക്രെഡിറ്റ് ഡേയ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഡേറ്റ് മുതൽ രണ്ടുപേരും കാത്തിരിക്കുന്ന ആ പണം, അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അവർ നമുക്ക് തരേണ്ടതുമായിട്ടുള്ള എമൗണ്ട് നമ്മളിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പെർമിഷൻ ഫോർ റിക്കറിങ് പേയ്മെൻറ്റുകളാണ്. അതായത് ഇപ്പോൾ ഈ സാസ് മോഡലിലൊക്കെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ അവർ എല്ലാ മാസവും ബില്ല് ചെയ്യുന്ന ചില കമ്പനികൾ, ഇങ്ങനെയുള്ളവരൊക്കെ ചെയ്യേണ്ടത് റിക്കറിങ് പേയ്മെൻറ്റിനുള്ള പെർമിഷൻ വാങ്ങി വയ്ക്കണം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ECS മെത്തേഡിൽ പോകുന്നതിനൊക്കെ വേണ്ടി അപ്രൂവൽ അവർ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലോൺസ് എടുക്കുമ്പോൾ ലോൺ എല്ലാ മാസവും വന്ന് ക്രെഡിറ്റായി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന എമൗണ്ട് ഡെബിറ്റ് ചെയ്ത് പോകുന്നതിനുള്ള സംവിധാനങ്ങൾ അവരെടുക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മളൊരു കമ്പനിയായിട്ടൊരു എഗ്രിമെൻറ്റിലെത്താണ് 1 ഇയറിലേക്ക് 2 ഇയറിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ എല്ലാ മാസവും ഇന്ന ദിവസം അവരിൽ നിന്ന് പേയ്മെൻറ്റ് എടുക്കാനുള്ള ഒരു അപ്രൂവൽ നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ പെർമിഷൻ ഫോർ റിക്കറിങ് പേയ്മെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പാർട്ട്ണർ വിത്ത് NBFC കമ്പനീസ് ടു ഫെസിലിറ്റേറ്റ് EMI. നമ്മളിപ്പോൾ ഒരു 1,00,000 രൂപയുടെയോ 50,000 രൂപയുടെയൊക്കെ ഒരു പ്രൊഡക്റ്റാണ് വിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഒറ്റ ടൈമിൽ നമുക്കതിന് വാങ്ങാനോ അതിന് പേയ്മെൻറ്റ് തരാനോ ഇല്ലെങ്കിൽ EMI ഫെസിലിറ്റി. അപ്പോൾ ഇന്നിപ്പോൾ കുറേ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുണ്ട്. അവരുമായിട്ട് സംസാരിച്ച് ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഒരു ലോൺ കൊടുക്കുന്നതിനുള്ള ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അവർ NBFCയിലേക്ക് പേയ്മെൻറ്റുകൾ അടച്ച് പോയാൽ മതിയായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ ഗോൾ എന്താണ്? ക്യാഷ് ഇൻ ക്വിക്ക് അല്ലേ. ക്യാഷ് പെട്ടെന്ന് വരുത്താനുള്ള വഴികളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഷോർട്ടൻ യുവർ പ്രൊഡക്റ്റ് ഡെലിവറി സൈക്കിൾ. നമ്മുടെ പ്രൊഡക്റ്റ് ഡെലിവറിയുടെ സൈക്കിൾ നമ്മൾ എങ്ങനെ ഷോർട്ടൻ ചെയ്യാം. അതായത് ഒരു ഓർഡർ കിട്ടിയാൽ ആ ഓർഡർ എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യണ ഒരാളൊരു എക്സാമ്പിളായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. ഒരാൾക്ക് ഒരു ഓർഡർ കിട്ടി, ഒരു കട്ടിലോ അല്ലെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ എന്തെങ്കിലും ഒരു ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കുക. അത് ചിലപ്പോൾ ഒരു 7 to 10 ഡേയ്സിലായിരിക്കും ഡെലിവറി ചെയ്യണത്. പ്രൊഡക്ഷനൊക്കെ എടുത്ത് ഡെലിവറി ചെയ്യണമെങ്കിൽ കസ്റ്റമറുടെ പേയ്മെൻറ്റ് പലപ്പോഴും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർ തരുന്നത്. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കണം, നമ്മളിതിന് പണിക്കാശിൻ്റെ മെറ്റീരിയൽ എടുക്കണം. 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ആ പൈസ ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ അവിടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഡിലേ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഫാസ്റ്റ് ആക്കാൻ പറ്റും? അപ്പോൾ പ്രൊഡക്റ്റ് ഓർഡർ കിട്ടിയാൽ ഡെലിവറി കൊടുക്കാനുള്ള സൈക്കിൾ ഫാസ്റ്റ് ആക്കുന്നത് തീർച്ചയായിട്ടും പണം ഫാസ്റ്റായിട്ട് കണ്ടെത്താനും സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റിയുള്ള നല്ലൊരു അക്കൗണ്ടൻറ്റ്, ക്യാഷിനെ പറ്റി നല്ല ബോധ്യമുള്ള, ക്യാഷിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്ന വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ CFO ഒക്കെ ആവശ്യമായിരിക്കും. ചെറിയ സ്ഥാപനങ്ങളിൽ നല്ലൊരു അക്കൗണ്ടൻറ്റ് ക്യാഷിൻ്റെ വാല്യൂ, ഡെയിലി ക്യാഷ് റിപ്പോർട്ടിംഗ് പ്രോപ്പറായിട്ട് തരാനും പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ നെക്സ്റ്റ് മന്തിലേക്കുള്ളതൊക്കെ തയ്യാറാക്കാൻ പ്രാപ്തമായിട്ടുള്ള നല്ലൊരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാനേജർ, സീനിയർ അക്കൗണ്ടൻറ്റ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ക്യാഷ് ഫ്ലോയ്ക്ക് ഒരു പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകൾ, 3 സ്റ്റെപ്സ് റിക്വയർഡ് ഫോർ ക്യാഷ് ഫ്ലോ എന്തൊക്കെയാണ്? ഒന്ന്, ഷോർട്ടൻ സൈക്കിൾ ടൈം. നമ്മൾ നേരത്തെ കുറേ സൈക്കിളുകൾ പറഞ്ഞു. സെയിൽസ് സൈക്കിളായിരിക്കാം, പ്രൊഡക്ഷൻ സൈക്കിളായിരിക്കാം, ബില്ലിംഗ് സൈക്കിളായിരിക്കാം, ഇൻവെൻട്രി സൈക്കിളായിരിക്കാം. ഇതെല്ലാം ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ സൈക്കിളിൻ്റെ സമയം ചുരുക്കി കൊണ്ടുവരിക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. 2,
എലിമിനേറ്റ് മിസ്റ്റേക്സ്. പലതരം മിസ്റ്റേക്കുകൾ കാരണം പലപ്പോഴും നമുക്ക് പണം കിട്ടാനുള്ളത് ഡിലേ ആവാറുണ്ട്, സൈക്കിൾ ടൈം കൂടാനുള്ള ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ചിലപ്പോൾ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, എന്നിട്ട് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻ്റെ പേരിൽ പൈസ അവിടെ കിടക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ യൂസ്ലെസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളോ റോ മെറ്റീരിയലോ യൂസ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമറുമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്കായി ഡിസ്പ്യൂട്ടിൽ കിടക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ മെഷീൻ നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവരുമ്പോൾ അത് ഡിഫക്റ്റീവായി പോയാലോ, പ്രൊഡക്ഷൻ ടൈമിൽ എടുക്കാൻ പറ്റാതെ അങ്ങനെ വരുന്ന ഡിലേ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ചെറിയ കാര്യങ്ങൾ വരെ ബിസിനസ്സിൽ വല്ലാതെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ബിസിനസ് മോഡലിൽ ചിലപ്പോൾ ചേഞ്ച് വരുത്തേണ്ടി വരും. കാരണം ക്യാഷ് ഫ്ലോ നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരണേ നമ്മൾ ചിലപ്പോൾ കാലങ്ങളായിട്ട് ക്രെഡിറ്റിലൊക്കെ ആയിരിക്കും ബിസിനസ് ചെയ്യണത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നല്ല പ്രൊഡക്റ്റും നല്ല സർവീസുമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മളെ തേടി ആളുകൾ വരാവുന്ന രീതിയിൽ മാർക്കറ്റിംഗ് സെറ്റപ്പും ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബിസിനസ് മോഡലിൽ മാറ്റം വരുത്തി അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വരണം. പിന്നെ ഫോക്കസ് ഓൺ പ്രോഫിറ്റബിലിറ്റി, ഇതൊരു ബോണസ് പോയിൻ്റ് ആയിട്ട് എടുക്കുക. പ്രോഫിറ്റബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യുക, വെറുതെ ടേൺ ഓവറിൽ മാത്രം കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അവസാനം ക്യാഷ് എവിടെയെന്ന് അറിയാത്തൊരവസ്ഥയുണ്ടാവും. അപ്പോൾ ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കൂടണം സ്ഥാപനത്തിൽ. നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിനെ പറ്റി നെറ്റ് പ്രോഫിറ്റിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവുക. സ്ഥാപനത്തിൽ പ്രോഫിറ്റബിലിറ്റീനെ ഫോക്കസ് ചെയ്തുകൊണ്ടൊരു കൾച്ചർ കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ ക്യാഷ് ഫ്ലോ വർദ്ധിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടെ അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മളിലേക്ക് ഇനഫ് ക്യാഷ് വരുന്ന സമയത്ത്, കാരണം ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പണം ചിലവാക്കുന്നതിലും ക്ലാരിറ്റി ഉണ്ടാവണം. പണം നമ്മളിലേക്ക് ആവശ്യത്തിന് വരുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് എന്തിലൊക്കെയാണ് ഒരു ബിസിനസ്സുകാരൻ സ്പെൻഡ് ചെയ്യേണ്ട 5 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് പേ ഓപ്പറേറ്റിംഗ് ക്രെഡിറ്റ്സ് ഓർ ലോൺസ്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്നാൽ നമ്മുടെ കടബാധ്യതകളോ ലോണുകളോ തീർക്കുന്നതിനായിരിക്കണം നമ്മൾ ആദ്യം സ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണം ഉണ്ടെങ്കിൽ ബാധ്യതകൾ ഇല്ലാതാക്കുക, 1. 2, ഗീവ് ഡിവിഡൻസ് ടു ഷെയർ ഹോൾഡേഴ്സ്. നമ്മുടെ സ്ഥാപനം നയിക്കുന്ന നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് റിട്ടേൺ കൊടുക്കുക, അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക, അവർ നമ്മുടെ ബിസിനസ്സിനെ വിശ്വസിക്കുന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുക. 3ാമത്തെ കാര്യം, ഇൻവെസ്റ്റ് ഇൻ എ ന്യൂ പ്രൊജക്റ്റ്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഒരു സെഗ്മെൻറ്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണതിനേക്കാളും ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി, ചിലപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ചെറിയ ഡൈവേഴ്സിഫിക്കേഷൻ ആയിരിക്കും, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രൊജക്റ്റിലായിരിക്കും. അതിലേക്കൊക്കെ ഇതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. ദെൻ വെയിറ്റ് ഫോർ ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. 4ാമത്തെ കാര്യം, ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുക. ആ സമയം ബാങ്കിൽ പണം ഇടുക, അതിന് ചെറിയതായിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുക, എന്നിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. 5ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ക്രിയേറ്റ് എ റെയിനി ഡേ ഫണ്ട് വിത്ത് എക്സ്ട്രാ ക്യാഷ്. റെയിനി ഡേ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ബിസിനസ്സിൽ കരുതി വെക്കുക. പണമുള്ള സമയത്ത് പണം സമാഹരിച്ച് ഒരു എമർജൻസി ഫണ്ട് നമ്മൾ കരുതി വെച്ചാൽ എന്തെങ്കിലും ഒരു ആവശ്യം വരും. ഒരു മഴ വരുന്ന സമയത്ത് കുടയെടുക്കുന്നത് പോലെ, ആ മഴ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള പീരീഡ്. ആ സമയത്ത് കുട നമുക്കൊരു സപ്പോർട്ടീവായിട്ട് കിട്ടുന്ന പോലെയാണ് ഈ റെയിനി ഡേ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. കാരണം റെയിനി ഡേ ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അനിശ്ചിതാവസ്ഥകൾ ബിസിനസ്സിലുണ്ട്. ഫണ്ടിൻ്റെ ക്യാഷിൻ്റെ സ്കാർസിറ്റി ഉണ്ടാകുമ്പോൾ അതിന് നമ്മളെ സഹായിക്കും. ബിസിനസ് ഷട്ട് ഡൗൺ ആയി പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കും. നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു അനിശ്ചിതാവസ്ഥ നമ്മുടെ മുമ്പിൽ, ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന അറിയാത്ത സമയം, കാരണം വിചാരിച്ച പോലെ പെട്ടെന്ന് സെയിൽ ഡൗൺ ആയി, അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് ഈ ഒരു ഫണ്ട് വളരെ സഹായിക്കും. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് ബിസിനസ്സിൽ എങ്ങനെയൊക്കെയാണ് ക്യാഷ് ഫ്ലോ നന്നായി ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. അപ്പോൾ ക്യാഷ് കൺവേർഷൻ സൈക്കിളിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇന്നിപ്പോൾ അതിൻ്റെ പല സ്റ്റെപ്പുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ഇൻഫർമേഷൻ കൊണ്ട് ലോകത്ത് എവിടെയും ഒരു വിപ്ലവം ഉണ്ടായിട്ടില്ല, ഇംപ്ലിമെൻറ്റേഷൻ അഥവാ എക്സിക്യൂഷൻ കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യം നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കുകൾ ദയവായിട്ട് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.